വചനയാത്ര സംഖ്യ 23 ബാലാമിന്റെ പ്രവചനങ്ങൾ. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ 7 ബലിപീഠങ്ങൾ എനിക്കായി പണിയുക. 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അവർ ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അടുത്ത് നിൽക്കുക, ഞാൻ പോകട്ടെ. കർത്താവ് എനിക്ക് പ്രത്യക്ഷനായേക്കാം. അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ഇത് പറഞ്ഞതിന് ശേഷം അവൻ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ദൈവം ബാലാമിന് പ്രത്യക്ഷനായി. ബാലാം അവിടുത്തോട് പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കി. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. കർത്താവ് ബാലാമിനോട് തന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കൽപ്പിച്ചു, ബാലാക്കിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് പറയുക. ബാലാം ബാലാക്കിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബാലാക്കും മോവാബിലെ പ്രഭുക്കന്മാരും ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാം പ്രവചിച്ചു പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ കൊണ്ടുവന്നു. മോവാബ് രാജാവ് പൗരസ്ത്യ ഗിരികളിൽ നിന്ന് എന്നെ വരുത്തി. യാക്കോബിനെ എനിക്കു വേണ്ടി ശപിക്കുക, ഇസ്രായേലിനെ ഭർഷിക്കുക. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർഷിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭർഷിക്കും? പാറക്കെട്ടുകളിൽ നിന്ന് ഞാനവനെ കാണുന്നു, മലമുകളിൽ നിന്ന് ഞാനവനെ നിരീക്ഷിക്കുന്നു. വേറിട്ട് പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. യാക്കോബിന്റെ ധൂളിയെ എണ്ണാൻ ആർക്ക് കഴിയും? ഇസ്രായേലിന്റെ ജനസഞ്ചയത്തെ ആര് തിട്ടപ്പെടുത്തും? നീതിമാന്റെ മരണം ഞാൻ കൈവരിക്കട്ടെ, എൻ്റെ അന്ത്യം അവൻ്റേതുപോലെയാകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു, എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചു. അവൻ പ്രതിവചിച്ചു, കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ സംസാരിക്കേണ്ടയോ? ബാലാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക, അവിടെ നിന്ന് നിനക്ക് അവരെ കാണാം. ഏറ്റവും അടുത്തു നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി, എല്ലാവരെയും കാണേണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. അവൻ ബാലാമിനെ സോഫിം വയലിൽ പിസ്ഗ മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുക, ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. കർത്താവ് ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക. അവൻ വന്നപ്പോൾ ബാലാക്ക് മോവാബ്യ പ്രഭുക്കന്മാരോടൊത്ത് തന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് അരുളി ചെയ്തത്? ബാലാം പ്രവചിച്ചു പറഞ്ഞു, ബാലാക്ക് ഉണർന്ന് ശ്രവിക്കുക, സിപ്പോറിന്റെ പുത്ര ശ്രദ്ധിച്ചു കേൾക്കുക. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു, അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. രാജാവിന്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നു. കാട്ടുപോത്തിൻ്റെതിന് തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഇതാ, ഒരു ജനം, സിംഹിയെപ്പോലെ അത് ഉണരുന്നു, സിംഹത്തെപ്പോലെ അത് എഴുന്നേൽക്കുന്നു. ഇരയെ വിഴുങ്ങാതെ അത് കിടക്കുകയില്ല, രക്തം കുടിക്കാതെ അടങ്ങുകയുമില്ല. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, നീ അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട.
ബാലാം പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബാലാക്ക് അവനോട് പറഞ്ഞു, വരുക, മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് അവരെ ശപിക്കാൻ കർത്താവ് സമ്മതിച്ചേക്കും. യെഷിമോണിനെതിരെയുള്ള പേയോർ മലമുകളിലേക്ക് ബാലാമിനെ അവൻ കൊണ്ടുപോയി. ബാലാം അവനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 കാളയെയും 7 മുട്ടാടിനെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലി അർപ്പിച്ചു.